പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. നമ്മൾ ഈ സ്വപ്നം കാണുക എന്ന് പറയുന്നിടത്ത്, പ്രത്യേകിച്ച് സ്വപ്നത്തെ പറ്റി ഡിസ്കസ് ചെയ്യുന്നിടത്തൊക്കെ എല്ലാ ട്രെയിനർമാരും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളും പറയാറുള്ളത് നമ്മുടെ ഇന്ത്യയെ തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച APJ അബ്ദുൽ കലാം സാഹിബിന്റെ ഒരു വരിയാണ്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതല്ല, ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം എന്ന് പറയാറുണ്ട്. ആക്ച്വലി ഞാൻ ഇവിടെ എടുക്കുന്ന ഡിസ്കഷൻ ഇനി സേച്ച് യുവർ സ്കിൽസ് എന്നുള്ളതാണ്. നമ്മൾക്ക് വേണ്ട അനിവാര്യമായ സ്കില്ലുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ ചിന്തയെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു 1.5 മണിക്കൂറെങ്കിലും ആവശ്യമുള്ള ഒരു സെഷൻ വളരെ കുറഞ്ഞ സമയത്തേക്ക് ചുരുക്കി പറയുക എന്നൊരു വലിയ ചലഞ്ച് നിലനിർത്തിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞു നമ്മള് സ്വപ്നം ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു. ആക്ച്വലി നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണോ, നമ്മൾ കാണുന്ന സ്വപ്നമാണോ, ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണോ ഏറ്റവും ആസ്വാദകരം എന്ന ചോദ്യത്തിന് ആരെങ്കിലും ഒരാളൊന്ന് മറുപടി പറഞ്ഞു തുടങ്ങിയാൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ സബ്ജക്റ്റിലോട്ട് കയറും. ക്ലിയർ ചെയ്യൂ സാർ ചോദ്യം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു ചിന്തകൾക്ക് വേണ്ടി മാത്രം ഇടുന്നതാണ്. ഉറങ്ങിക്കിടക്കുമ്പോ കാണുന്ന സ്വപ്നമാണോ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ജീവിതമാണോ ഏറ്റവും സൗന്ദര്യം? ഇതാണ് ചോദ്യം. നേരിടുന്ന സൗന്ദര്യാവസ്ഥ, ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതാണ് ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതാണ്. ആക്ച്വലി നമ്മളൊക്കെ പോസിറ്റീവ് എനർജി ഉള്ള ഇങ്ങനത്തെ വിഷയങ്ങൾ ക്രിറ്റിസിസം നടത്തുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഏറ്റവും വലിയ ചോദിച്ചാൽ ഈ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാശ്മീർ കണ്ടിട്ടുണ്ടാവും, സ്വിറ്റ്സർലാൻഡ് കണ്ടിട്ടുണ്ടാവും, ഇതൊന്നും ചിലപ്പോൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും. ബ്ലസ്സിയുടെ ഒരു സിനിമയിൽ എവിടെയോ പ്രണയം എന്ന് പറഞ്ഞൊരു സിനിമയിൽ പറയുന്നുണ്ട്, സത്യത്തിൽ സ്വപ്നത്തെക്കാൾ സുന്ദരമാണ് ജീവിതം, അത് ജീവിക്കാൻ അറിയുന്ന ആളുകൾക്ക് മാത്രം. അപ്പൊ ആക്ച്വലി ബി മാജിക്കിലൂടെ വളർന്നു വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നേടിയെടുക്കുന്നത് തന്നെയാണ് സുന്ദരം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഇതിന്റെ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ശരിക്കും ലൈഫ് സ്കില്ല് നേടിയെടുക്കാൻ പറ്റിയ ആളുകൾക്കുള്ള ജീവിതമാണ് സൗന്ദര്യം എന്ന് പറയലുണ്ട്. ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്റെ സബ്ജക്ട് അവിടെയാണ്. ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആയിത്തീരിക്കുന്നു, ശരിക്കും WHO ഒരു ഡെഫിനിഷൻ ആണ് ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിത്തീരുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന വെല്ലുവിളികളെ കൃത്യമായി കാര്യക്ഷമമായി നേരിടാനുള്ള ഒരാളുടെ കഴിവിനെയാണ് ലൈഫ് സ്കിൽ എന്ന് പറയാം. സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന 80% ആളുകൾക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നതാണ് സത്യം. എങ്ങനെയാണ് ഈ വിഷയത്തെ നേരിടേണ്ടത് എന്നറിയില്ല എന്നുള്ളതാണ് സത്യം. സ്കില്ല് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും, ഒരുപാട് സ്കില്ലുകൾ. എന്റെ ഒരു താല്പര്യം, ഓരോരുത്തരും ഒരു സ്കില്ലുകൾ ഒന്ന് പറയാൻ ശ്രമിക്കും. ഒരു 4 പേര് ആൻസർ പറഞ്ഞാൽ മതി. നമുക്ക് ഉണ്ടാവേണ്ട ഒരു സ്കില്ലിനെ പറ്റി പറയും. സംസാരിക്കാനുള്ള കഴിവ്. കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ സ്കില്ലാണ്. നല്ലൊരു ലിസണർ ആവുക. യെസ്, ലിസണിങ് ഒരു സ്കില്ലാണ്. അപ്രിസിയേഷൻ. യെസ്, പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. സാധാരണ സ്കൂളിലെ കുട്ടികൾക്ക് മുന്നിൽ നമ്മൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ നാച്ചുറൽ ആയിട്ട് അവർ പറയുന്ന കുറെ സ്കില്ലുകൾ, സർ പാട്ട് പാടാനുള്ള സ്കില്ലുണ്ടാവും, എഴുതാനുള്ള സ്കില്ലുണ്ടാവും, അല്ലെങ്കിൽ ചാടാനുള്ള സ്കില്ല്, ഇങ്ങനെ തുടങ്ങി ഒരു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന കുറെ പെർഫോം ചെയ്യാൻ പറ്റുന്ന കുറെ സ്കില്ലുകളെ പറ്റിയിട്ടാണ് എല്ലാവരും പറയാം. അങ്ങനെയാണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഏറ്റവും നല്ല പാട്ടുകാരനാവുന്നത് ഒരു വലിയ സ്കില്ലാണ്, സംശയമില്ല. അത് ഒരു വേദിയിൽ പെർഫോം ചെയ്യുക എന്നതിനപ്പുറത്ത് പക്ഷെ ജീവിതത്തിൽ വേണ്ട അനിവാര്യമായ സ്കില്ലുകൾ എന്ന് പറയുന്നത് ലൈഫ് സ്കില്ലാണ്. അപ്പം ലൈഫ് സ്കില്ലുകളെ കൃത്യമായി ഡിഫൈൻ ചെയ്ത് ആ ലൈഫ് സ്കില്ലുകൾ എന്ത് എന്ന് മനസ്സിലാക്കി ശരിക്കും ഒരു ചെറിയ സെഷനിൽ പോലും കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി ലൈഫ് സ്കില്ലിന്റെ പോയിന്റ്സുകൾ മനസ്സിലാക്കി വെച്ചാൽ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന മക്കൾക്കോ ഇത് പകർന്നു കൊടുത്തിട്ട്
നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് വളർത്തേണ്ട ഒരു സാധനമാണ് ലൈഫ് സ്കിൽ. മറ്റുള്ളതൊക്കെ ഒരുപാട് സ്കില്ലുകൾ ഉണ്ട്, പ്രത്യേകിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആളുകൾ, മത്സരങ്ങൾ ജയിക്കുന്ന ആളുകൾ, സമ്മാനം കിട്ടുന്ന ആളുകൾ, ഇതൊക്കെ അപ്രീസിയേറ്റബിൾ ആയിട്ടുള്ള കുറെ സ്കില്ലുകളാണ്. ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളെ പറ്റിയിട്ടാണ് ശരിക്കും ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്. ഞാനത് ഡെഫിനിഷൻ ഒരിക്കൽ കൂടി പറയാം. നമ്മൾ ആയിത്തീരുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന വെല്ലുവിളികളെ കൃത്യമായും കാര്യക്ഷമമായും നേരിടുന്ന ഒരാളുടെ കഴിവിനെയാണ് ശരിക്കും ലൈഫ് സ്കിൽ എന്ന് പറയാം. നിർബന്ധമായ ഒരാൾക്ക് ലൈഫ് സ്കിൽ ഉണ്ടാവണം എന്നതാണ് സത്യം. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇതിന്റെ പോയിന്റ്സുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒരിക്കൽ ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ഇങ്ങനെ പോരുകയാണ്. ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ജയ്ത്തു ഇന്റർനാഷണൽ ക്യാമ്പസിൽ വർക്ക് ചെയ്യുന്നു. അവിടുത്തെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഞാൻ ഇപ്പോൾ കുറച്ചു കാലമായി സേഫ് സാറുടെ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ ട്രെയിനിങ്ങുകൾ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ സൂചിപ്പിച്ചെന്ന് മാത്രം. ഞാനിങ്ങനെ വരുന്ന സമയത്ത് എന്റെ കൂടെ ഞങ്ങൾ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. എന്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്, അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ മൊബൈൽ സ്വാഭാവികമായി സ്ക്രോൾ ചെയ്യുന്നതിന്റെ ഇടയിൽ എന്റെ നാട്, ഞാൻ പൂക്കളത്തൂരുകാരനാണ്, ഈ നാട്ടുകാർ ഉൾക്കൊള്ളുന്ന കുറെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും പൂക്കളത്തൂർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ യൂത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാവരുടെയും അവരുടെ നാട്ടുപരിസരത്ത് നിന്നുള്ള ഒരു 5 or 6 ഗ്രൂപ്പുകൾ ഉണ്ടാവും എന്നത് ഈ കാലഘട്ടത്തിൽ ഒരു സ്വാഭാവികതയാണ്. അപ്പൊ ഈ ഗ്രൂപ്പിലെല്ലാം ഒരു മെസ്സേജ് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. ആ മെസ്സേജ് ഒരു യൂട്യൂബിന്റെ ലിങ്കാണ്. ആ മെസ്സേജ് ഒക്കെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്റെ നാട്ടിലെ പാവം മനുഷ്യനായ ഒരു ബാപ്പുട്ടിക്ക എന്ന് പറഞ്ഞ ഒരാളാണ്. ബാപ്പുട്ടിക്ക ഈ മെസ്സേജ് എല്ലാ ഗ്രൂപ്പിലും ഒരുപോലെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മെസ്സേജിനും കമന്റ് പോലും അടിക്കാത്ത വളരെ സാധുവായ ഞങ്ങളുടെ നാട്ടിലെ ബാപ്പുട്ടിക്ക ഈ മെസ്സേജ് ഇങ്ങനെ ഷെയർ ചെയ്ത് വന്നപ്പോൾ ഞാൻ എന്റെ കണ്ണടക്കി, എന്തോ ഇതിനകത്തൊന്നുണ്ട്. ഞാൻ ആ ലിങ്ക് ഇങ്ങനെ പരിശോധിച്ച സമയത്ത് ഏതോ കേരളത്തിൽ അറിയപ്പെട്ട ഒരു ഫിലിം സിംഗർ പാടുന്ന ഒരു പാട്ടിന്റെ ഒരു ആൽബം സോങ്ങിന്റെ റിലീസുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഒരിക്കലും അങ്ങനെയൊന്നും ബന്ധമില്ലാത്ത ബാപ്പുട്ടിക്ക എന്തിന് ഈ ലിങ്ക് എല്ലായിടത്തും ഷെയർ ചെയ്തു എന്നൊരു തോന്നലിൽ നിന്നും ഞാൻ കൃത്യമായി ആ ലിങ്കിനെ പരിശോധിച്ചു. അതിനകത്തൊരു യൂട്യൂബ് ലിങ്കാണ്. ആ യൂട്യൂബ് ലിങ്ക് ഒരു സോങ്, ഒരു ആൽബം സോങ്ങിന്റെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വായിച്ച സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ഇത് ബാപ്പുട്ടിക്കനെ കണക്ട് ചെയ്യണം. കാരണം അയാൾ അങ്ങനെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യപ്പെടണമെങ്കിൽ എന്തോ ഒന്ന് ഉണ്ടാവണം. ഞാനതിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പിന്നെ അർഷദ് OP ലിറിക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടിന്റെ രചയിതാവ് അർഷദ് OP ആണ്. ഈ ബാപ്പുട്ടിക്കയുടെ ഇനീഷ്യൽ OP ആണ്. എനിക്ക് ഇതിന് കണക്ഷൻ കിട്ടി. അപ്പൊ ഞാൻ നേരെ സ്വാഭാവികമായിട്ടും അപ്രതീക്ഷിതമാണ്. ഞാൻ കൃത്യമായി എന്റെ മൊബൈലിൽ എടുത്തിട്ട് ബാപ്പുട്ടിക്കയുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചു. എന്താന്ന് ചോദിച്ചു, ആരാണ് ഈ അർഷദ് OP? അപ്പൊ എന്തേന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഈ സോങ് റിലീസിന്റെ ഇൻഫർമേഷൻ കണ്ടു, ലിറിക്സ് എഴുതിയത് അർഷദാണ്, ഇത് ആരാന്ന് മനസ്സിലായില്ല എന്ന് ചിരിച്ചുകൊണ്ടേ മറുപടി പറഞ്ഞു. ലാവട്ടിക്ക് പറഞ്ഞു വളരെ വളരെ ഊർജ്ജത്തോടു കൂടി അയാളുടെ മറുപടി, അർഷദ് എന്റെ മോനാണെന്ന് പറഞ്ഞു. അപ്പൊ അർഷദ് എന്റെ മോനാണ് എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണെങ്കിൽ എനിക്ക് അവനൊന്ന് കാണണമല്ലോ, അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷത്തോടു കൂടി ഒപ്റ്റിക്കന്റെ ഫോൺ വെച്ചു. അയാളിൽ കണ്ട പ്രതികരണം, അർഹിക്കുന്ന അപ്രീസിയേഷൻസ് ലഭിക്കാതെ പോയ അർഷദ് OPക്ക് ഒരാളെ അപ്രീസിയേഷൻ നടത്തുന്നുള്ള സന്തോഷം ഒരു പാവപ്പെട്ട മനുഷ്യന് ക്ലിയർ അല്ലേ? എനിക്ക് തോന്നുന്നത് 6 മണി നെറ്റ് അപ്ഡേഷൻ ആണെന്ന് തോന്നുന്നു. സോറി ക്ലിയർ അല്ലേ? ഓഡിയബിൾ അല്ലേ? കണ്ടിന്യൂ ചെയ്യല്ലേ? ഓക്കെ. എന്റെ പോയിന്റ് ഇതാണ്. എന്റെ ഫോണിൽ ഞാൻ അർഷദിന്റെ ഫോട്ടോ കണ്ടപ്പോ എന്റെ ഉള്ളിൽ എന്തൊക്കെയോ വല്ലാത്തൊരു സ്പാർക്ക് തോന്നി. കാരണം അന്ധനാണ് അർഷദ്. അർഷദിന് കണ്ണ് കാണൂല. ഇതാണ് അതിനകത്ത് സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ്. ഇപ്പൊ ഞാൻ ഉടനെ തന്നെ എനിക്ക് സന്തോഷത്തോട് എനിക്ക് എന്തോ ഞാൻ PG പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ്, PG ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്റെ നാട്ടുകാരനാണ്. അയാളെ ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. അയാൾക്ക് കണ്ണു കാണൂല. അന്ധനായ അർഷദിന്റെ ഫോട്ടോ എന്റെ വാട്സപ്പിൽ വന്നപ്പോ എനിക്ക് ചോദിച്ചതിൽ വല്ലാത്ത സന്തോഷം തോന്നി. പക്ഷെ ഇതുവരെ ട്രീറ്റ് ചെയ്യപ്പെടാത്തതിൽ ഭയങ്കര പ്രയാസം തോന്നി. ഞാൻ ഒരിക്കലൂടെ ബാപ്പുട്ടിക്കാനെ വിളിച്ചിടുങ്ങൾ അടിയന്തരമായി അർഷദിന്റെ ഫോൺ നമ്പർ എന്റെ വാട്സപ്പിൽ അയക്കണം എന്ന് പറഞ്ഞു. അയാൾ സന്തോഷത്തോടു കൂടി എനിക്ക് നമ്പർ അയച്ചു തന്നു. ഞാന് ഉടനെ തന്നെ യാത്രയിലാണ്. എന്റെ ഫോണിൽ വന്ന അർഷദിന്റെ നമ്പർ എടുത്തിട്ട് ഞാൻ അർഷദിന് വിളിച്ചു. ഫോൺ എടുത്തു. അർഷദ്, ഹലോ അർഷദ്, ഹായ്. എനിക്ക് പരിചയം ഉണ്ടായിക്കോണമെന്നില്ല. എന്റെ പേര് ഷഫീഖ്, ഞാൻ നിന്റെ നാട്ടുകാരനാണ്. ഞാൻ നിന്റെ ലിറിക്സ് കണ്ടു, നിന്റെ ലിങ്ക് കണ്ടു, അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ അർഷദ് സന്തോഷത്തോടു കൂടി മറുപടി പറഞ്ഞു, ഭയങ്കര ഹാപ്പി മൂഡ്. ഞാൻ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അർഷദിനോട് പറഞ്ഞു, അർഷദ് എനിക്ക് എന്നെ ഒന്ന് കാണണം, ഞാൻ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അർഷദ് എനിക്ക് സമയം തന്നു, ഞാൻ വീട്ടിലുണ്ട്, ഭാഗ്യവശാൽ ഞാൻ വീട്ടിലുണ്ട്, പിറ്റേന്ന് നാളെ രാവിലെ നമുക്ക് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ വെച്ചു. ഞാൻ ഫോൺ വെച്ച 1 മിനിറ്റിനകത്തുകൊണ്ട്
എന്റെ വാട്സപ്പ് മെസ്സേജിലേക്ക് ഒരു 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 മെസ്സേജ് വന്നു. അർഷദിന്റെ നമ്പറിൽ നിന്നും, ഹായ് ഷഫീഖ്, ഐ എം അർഷദ്. ഞാൻ ആകെ ഷോക്കായി. ഞാൻ അർഷദ് കണ്ണു കാണാത്ത ആളാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അർഷദിന്റെ ഫോണിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഒരു പിന്നെ നമ്പർ സേവ് ചെയ്യാൻ പോലും സമയം കിട്ടുന്നതിന്റെ മുന്നേ അന്ധനായ അർഷദ് എനിക്ക് വാട്സപ്പിൽ തിരിച്ചൊരു മെസ്സേജ് അയച്ചു. ഞാൻ ഒന്ന് ഷോക്കായി. ഞാൻ ഇതെന്റെ സുഹൃത്തിനോട് ഇതിന്റെ ഒരു അതിശയോക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ എനിക്ക് അടുത്ത മെസ്സേജ് വന്നു, ഹായ് ഷഫീഖ്, ഐ എം അർഷദ്. ഒരു വേവ്സ് ഇട്ടു. അപ്പൊ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു വേവ്സ് ഇടാൻ കഴിയും. അപ്പം എന്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്ക് അർഷദിന് ഈ മെസ്സേജ് അയക്കണമെങ്കിൽ അർഷദിന് കണ്ണ് കാണുന്നില്ല. അർഷദ് ഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ ഫേസ്ബുക്കിന്റെ ID മലയാളത്തിലാണ്. ഒരാൾക്കും സെർച്ച് ചെയ്താൽ കിട്ടൂല. എങ്ങനെ അർഷദിന് കിട്ടിയെന്നത് എനിക്ക് അറിയില്ല. ഞാൻ ആദ്യത്തെ പരിചയപ്പെടലാണ് അർഷദൻ. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. എങ്ങനെയെങ്കിലും അർഷദിനെ ഉടനെ തന്നെ മീറ്റ് ചെയ്യണം. ഞാൻ പിറ്റേന്ന് രാവിലെ അർഷദിന്റെ വീട്ടിലേക്ക് പോയി. ബെല്ലടിച്ചു. അപ്പം എന്നെ സ്വീകരിക്കുകയാണ്. ശരിക്കും അർഷദിനെ കാണാൻ ഷഫീഖ് വരുന്നുണ്ട്. ബാപ്പുട്ടിക്കൊക്കെ എന്നെ അറിയാം. ഞാൻ നാട്ടിലൊക്കെ പൊതുരംഗത്തൊക്കെ ഇറങ്ങുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്നെ അറിയാം. ഞാൻ ബെല്ലടിച്ചു. അപ്പം അർഷദ് വീടിന്റെ 1ാം നിലയിൽ മുകളിൽ നിന്നും ഞാൻ വരുന്ന വിവരം അറിഞ്ഞ് ഡോറ് തുറന്നു വെച്ചെടുത്ത് കോണി ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്നു, ഹായ് ഷഫീഖ്, എനിക്ക് ഷെയ്ഖ് എന്ന്. ഞാൻ ആകെ എന്തോ ആവുകയാണ്. കാരണം എനിക്കൊരു ഒരു 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 മുൻധാരണയുണ്ട്, കണ്ണു കാണാത്ത അർഷദ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള എന്റെ പ്രശ്നം. ഞാൻ കണ്ട കണ്ണു കാണാത്തവര് മുഴുവൻ റോട്ടിലൂടെ വടി ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കുന്നവരാണ്. നമ്മുടെ ഒരു ചിത്രം അതാണ്. പക്ഷെ ഇത് കാണാത്ത അർഷദ് ഓടി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി എൻ്റെ അടുത്ത് വരികയാണ്. കയ്യിലൊന്നുമില്ല, സിമ്പിളായിട്ട് ഇറങ്ങി വരികയാണ്. എൻ്റെ അടുത്ത് വന്നു. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഞാൻ അർഷദിനെ ഇരുത്തി. അർഷദിന് മുൻ ഞങ്ങൾ ഫേസ് ടു ഫേസ് അർഷദിന്റെ വരാന്തയിൽ ഞാൻ ഇരുന്നു. അർഷദ് ഇരിക്കുന്നത് ഒരു സോഫയിലാണ്. അർഷദിന്റെ ബാക്കില് ഈ ചുമരിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ഷെൽഫുണ്ട്. ആ ഷെൽഫിനകത്ത് കുറെ മൊമെന്റോസ് ഒക്കെ ചെയ്ത് നോക്കി. അപ്പോ ഞാനിത് പോകുന്നത് ലിറിക്സ് എഴുതി എന്റെ നാട്ടുകാരനെ അഭിനന്ദിക്കാനാണ്. ഏത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അത് അഭിനന്ദിക്കേണ്ടതുണ്ട്. ഒരു ഫിലിം സിംഗർ പിന്നെ പാടി ലോഞ്ച് ചെയ്യുന്നതിന്റെ ലിങ്ക് കണ്ടിട്ട് വന്നോനെ ഞാൻ. അത് കണ്ണു കാണാത്ത അർഷദായതിൽ, അതിൽ ഇത്രമേൽ കപ്പാസിറ്റി ഉള്ള അർഷദായതിൽ അത്ഭുതമാണ് പിന്നെ ഞാൻ തീർത്തത്. അപ്പൊ എനിക്ക് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഓൻ ഉപയോഗിക്കുന്ന മൊബൈൽ, ആ മൊബൈൽ വോയിസ് റെക്കോർഡ് കൊണ്ട് അങ്ങനെ ഫുള്ള് മാനേജ് ചെയ്യും. വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ ഓൻ ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പുതിയ കാലത്ത് ഈ പറയപ്പെട്ട സ്ക്രീനിൽ വരുന്ന ടച്ച് മൊബൈൽ എല്ലാം മാനേജ് ചെയ്യപ്പെടാൻ അർഷദിന് കഴിയുന്നുണ്ട്. അർഷദിന് എനിക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ കഴിയുന്നുണ്ട്. അർഷദ് അന്ധനാണ്. ഇതാണ് എന്റെ സബ്ജക്ട്. ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഈ ഷോക്കേസിലേക്ക് ഇങ്ങനെ നോക്കിയ സമയത്ത് നെറ്റ് ക്വാളിഫൈ ചെയ്ത അർഷദിന് അഭിനന്ദനങ്ങൾ. അവന്റെ ക്യാമ്പസിലെ സഹപ്രവർത്തകർ കൊടുത്ത മൊമെന്റോസിന്റെ തിരക്കാണ് അവന്റെ ഷെൽഫിൽ. ആക്ച്വലി ഞാനൊരു നാട്ടുകാരനാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള നെറ്റ് ക്വാളിഫൈ ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗീകാരങ്ങൾ കിട്ടിയാൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന പൊളിറ്റിക്കലി ഓർഗനൈസേഷന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് മൊമെന്റോസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അർഷദ് ഇതിലൊന്നും പെട്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര നിരാശ തോന്നി. ഞാൻ ഈ എക്സ്പീരിയൻസ് അന്ന് വീട്ടിൽ പോയിട്ട് കൃത്യമായി എഴുതി വാട്സപ്പിൽ എഴുതി എന്റെ നാട്ടിലെ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു. ഒരുപക്ഷെ ബാപ്പുട്ടിക്ക് അയച്ച മെസ്സേജിനേക്കാൾ വലിയ റീച്ച് കിട്ടിയെന്ന് മാത്രമല്ല, പിറ്റേ ദിവസങ്ങളിൽ ഞങ്ങളുടെ നാട്ടിലെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഒക്കെ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകളൊക്കെ ശരിക്കും മൊമെന്റോസുമായി കൊണ്ട് അർഷദിന്റെ വീട്ടിൽ പോയി അർഷദിനെ അഭിനന്ദിച്ചു, ഫോട്ടോ എടുത്തു, ഗ്രൂപ്പുകൾ വന്നു. ഇതിനകത്ത് ലൈഫ് സ്കില്ലാണ് എന്റെ സബ്ജക്ട്. പ്രതിസന്ധിയെ അതിജീവിക്കലാണ് എന്റെ പോയിന്റ്. ഇതെന്റെ സ്റ്റോറിയാണ്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു സ്റ്റോറിയാണ്. ഇതിനകത്ത് ഒരു വലിയ ക്ലൈമാക്സ് ഉണ്ട്. എങ്ങനെ അർഷദിന് ഇതിന് സാധ്യമാവുന്നു എന്ന ക്വസ്റ്റ്യന് ശരിക്കും എല്ലാവരും പറയുന്ന ഒരു മറുപടി, അന്ധരായ ആളുകൾക്ക് ദൈവം എന്തെങ്കിലുമൊക്കെ സംതിങ് സ്പെഷ്യൽ കൊടുക്കുമെന്നാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ വിശ്വസിച്ചു വെച്ച ഒരു വലിയ സത്യവും അല്ലെങ്കിൽ ഒരു വലിയ മണ്ടത്തരവും അതാണ്. ഇപ്പൊ എന്റെ മുന്നിൽ വന്ന പിന്നെ കണ്ണ് കാണാത്ത ആളുകൾ നോട്ടിൽ ഇങ്ങനെ വിരലുകൊണ്ട് പതറി ഇത് 10 രൂപയുടെ നോട്ടാണെന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം, കണ്ണ് പടച്ചവൻ കൊടുത്തില്ല. പകരം എന്ത് ചെയ്തു? വിരലിൽ കണ്ണിന്റെ മാസ്മരികത കൊടുത്തു. അപ്പൊ പടച്ചവൻ നീതി പുലർത്തുക എന്നാണ് നമ്മളൊരു വിശ്വാസം. പക്ഷെ ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സ് കേട്ടാൽ നമ്മൾ ഒന്ന് തിരുത്തും. കാരണം PG സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ നെറ്റ് ക്വാളിഫൈ ചെയ്ത് കാത്തിരിക്കുന്ന, JRFന് വേണ്ടി കാത്തിരിക്കുന്ന അർഷദിന്റെ ജീവിതത്തിന്റെ ട്രാക്ക് റെക്കോർഡിൽ 3ാമത്തെ ക്ലാസ്സിൽ പോകുന്നത് വരെ അർഷദ് ഷഫീഖിനെ പോലെ കണ്ണു കാണുന്ന ആളായിരുന്നു. ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ്. ദൗർഭാഗ്യവശാൽ
മൂന്നാം ക്ലാസ് മുതല് മൂന്നാം ക്ലാസ് മുതല് ഓരോ ദിവസങ്ങൾ കൂടുംതോറും കണ്ണിന്റെ കാഴ്ച ശക്തി കുറഞ്ഞ് തന്റെ 7-ാമത്തെ വയസ്സിൽ 8-ാമത്തെ വയസ്സിൽ പൂർണ്ണനായി അന്ധനായി മാറിയ ഒരാളാണ് അർഷദ്. ഇതെന്നെ വല്ലാണ്ട് ഷോക്കാക്കി. എന്ന് പറഞ്ഞാൽ ഒരിക്കലും കണ്ണ് കാണാത്ത ഒരാൾക്ക് അള്ളാഹു, ദൈവം, രക്ഷിതാവ് അഡീഷണൽ കൊടുത്ത സ്കില്ല് കൊണ്ടല്ല അർഷദ് ഇതൊന്നും നേടിയെടുത്തത് എന്നാണ് എൻ്റെ ഈ അവതരണത്തിലേക്ക് പോയിന്റ്. എന്നെ പോലെ കണ്ണ് കാണാൻ അറിയുന്ന അർഷദ് ഞാൻ പഠിച്ച അതേ സ്കൂളിൽ പഠിച്ച ആളാണ്. അല്ലെങ്കിൽ സെയ്ഫ് സാറുടെ പരിസരത്തുള്ള അൽ ഫാറൂഖ് പബ്ലിക് സ്കൂളിൽ ബസ്സിൽ കയറി ചെറിയ കുട്ടിയായി കണ്ണ് കാണുന്ന ചെറിയ മോനായി പഠിച്ച് 3-ാം ക്ലാസ്സിന് ശേഷം കണ്ണ് കാണാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയവനാണ് അർഷദ്. ഒരുപക്ഷെ ദൗർഭാഗ്യവശാൽ പാരന്റ്സിന്റെ ഈ കൺസേൺസ് കൊണ്ടോ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ വൈകിയത് കൊണ്ടോ ഒക്കെ ഭാഗ്യം കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടവനാണ് അർഷദ്. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്റെ റിയൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ ആയിത്തീരുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് നമ്മുടെ മുന്നിൽ വരുന്ന വെല്ലുവിളികളെ കൃത്യമായി കാര്യക്ഷമമായി നേരിടുന്ന നിങ്ങളുടെ കഴിവിനെയാണ് ലൈഫ് സ്കിൽ എന്ന് പറയാം. ഈ ഡെഫിനിഷനും എൻ്റെ എക്സ്പീരിയൻസും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഞാൻ ആകെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട കമ്പൽസറി സ്കില്ലാണ്. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 80%-ലധികം ആളുകൾക്ക് ലൈഫ് സ്കില്ല് കൃത്യമല്ലാത്തത് കൊണ്ട് വളർച്ചയിൽ പാതിവഴിയിൽ അല്ലെങ്കിൽ ഉള്ളിലുള്ള സാധനങ്ങൾ കിട്ടാത്തവരാണ്. സോ നമ്മൾ തിരുത്തണം. സ്കില്ല് എന്ന് പറയുന്നത് കമ്പൽസറി വേണ്ട കുറെ സാധനങ്ങളുടെ ഒരു കോംബോ ആണ്. അതുണ്ടെങ്കിലാണ് നമ്മളുടെ വളർച്ച സാധ്യമാവുക. ആ വളർച്ചയിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം എന്നതാണ് ലൈഫ് സ്കില്ലിന്റെ ഡെഫിനിഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പാട്ടുകാരനാവുക, ചിത്രവരക്കാരനാവുക, ഇതൊക്കെ ജനറൽ സ്കില്ലുകളാണ്, അപ്രീഷിയേറ്റബിൾ ആണ്, ഒരു മത്സരിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷെ ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ട സാധനമാണ്. മറ്റതൊക്കെ ഭാഗ്യം ഉണ്ടാവും, മറ്റതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് കിട്ടുന്നതാണ്. അപ്പൊ അതിൽ നേടിയെടുക്കാൻ പറ്റുന്ന സ്കില്ലുകള് ഒരുപക്ഷെ ജന്മന കിട്ടുന്ന സ്കില്ലുകളൊക്കെ ഉണ്ടാവും. ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് ജന്മന കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളതാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ അർഷദിനെ ഓർമ്മപ്പെടുത്തിയത്. ഇത് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു സാധനമാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയാം. പ്രസംഗിക്കുക എന്നത് നേടിയെടുക്കാൻ പറ്റുന്ന സ്കില്ലാണ്. പാട്ടുപാടുക എന്നത് ഒരു പക്ഷേ ജന്മസിദ്ധമായ സ്കില്ലാണ്. ഇപ്പൊ സ്കില്ലിനെ പറ്റി മാത്രം സംസാരിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ വേറെ തന്നെ നമുക്ക് വിശദമായി സംസാരിക്കേണ്ടി വരും. ഞാൻ ഈ പറയുന്നത് ആ സ്കില്ലിനൊക്കെ കൃത്യമായി ഇതിനകത്തൊരു ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഇങ്ങനെ ഇത്ര സ്കില്ലുകളുണ്ട്. ഇത് ഷഫീഖ് നേടിയെടുക്കേണ്ട സ്കില്ലാണ്. ഇത് ഷഫീഖിന് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത സ്കില്ലായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ സ്കില്ലുകളുണ്ട്. ആ സ്കില്ലിനെ മത്സരങ്ങളിലൂടെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലൈഫ് സ്കില്ല് കമ്പൽസറി നമ്മൾ ഈ ഡിസ്കഷന് ശേഷം നമ്മുടെ മക്കൾക്കെങ്കിലും ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതൊരു ചിന്തയെങ്കിലും ഈ സെഷനിൽ വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഏതായാലും ലൈഫ് സ്കില്ലിന്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിക്കപ്പെട്ട അവരുടെ ഒഫീഷ്യൽ സിലബസിലൊക്കെ ഉൾപ്പെടുത്തിയ ഒരു സാധനമാണ് ശരിക്കും ലൈഫ് സ്കിൽ. ലൈഫ് സ്കിൽ 10 പോയിന്റുകളാണ് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ വേണ്ട കുറെ സാധനങ്ങളാണ്. ആ 10 പോയിന്റുകൾ പറഞ്ഞ് ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു 1.5 മണിക്കൂർ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു മിനിമം സെഷനെ ഞാൻ ഒരു അരമണിക്കൂറിലേക്ക് ചുരുട്ടിക്കെട്ടിയതാണ്. എനിക്ക് സേഫ് സാറ് കൃത്യമായി ഇതിന്റെ സമയം പറഞ്ഞതിൽ ആണ് എന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ഏതായാലും ഞാനത് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലൈഫ് സ്കില്ലുകൾ ശരിക്ക് 3 ടൈപ്പാണുള്ളത്. അതിനകത്ത് ഒന്ന് തിങ്കിങ് സ്കില്ലുകളാണ്. തിങ്കിങ് സ്കിൽ, ആ തിങ്കിങ് സ്കില്ലിൽ ശരിക്ക് 5 ടൈപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒന്ന് സെൽഫ് അനാലിസിസ് സ്കില്ലാണ്, നമ്മളെ മനസ്സിലാക്കുന്ന സ്കില്ല്. 2 ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. 3 പ്രോബ്ലം സോൾവിങ്. 4 ഡിസിഷൻ മേക്കിംഗ്. 5 ക്രിയേറ്റീവ് തിങ്കിങ്. ഇങ്ങനെയുള്ള തിങ്കിങ് റിലേറ്റഡ് സ്കില്ലുകൾ 5 ഉണ്ട്. ഇതാണ് ലൈഫ് സ്കില്ലിന് ആദ്യത്തെ 5. ടോട്ടലി 10 സ്കില്ലുകളെ ഫ്രെയിം ചെയ്തെടുത്ത് തിങ്കിങ് സ്കില്ല് റിലേറ്റഡ് ആയിട്ടുള്ള 5 ഉണ്ട്. സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന 3 വിഭാഗങ്ങളിൽ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത് സോഷ്യൽ സ്കില്ലാണ്. സോഷ്യൽ സ്കില്ല് 2 വിധമാണ്. അതിലൊന്ന് കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലും മറ്റൊന്ന് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കില്ലുമാണ്. ഇത് സോഷ്യൽ സ്കില്ലുമായി ബന്ധപ്പെട്ടാണ്. 3-ാമത്തെ കാറ്റഗറി ഇമോഷണൽ സ്കില്ലാണ്. ഇമോഷണൽ സ്കില്ലും സംതിങ് 2 ഐറ്റംസ് ഉണ്ട്. ഏതായാലും ഞാൻ ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞു പോവാം. നേരത്തെ ഞാൻ പറഞ്ഞതിൽ 1-ാമത്തത് തിങ്കിങ് സ്കിൽ കാറ്റഗറിയിൽ വരുന്ന സെൽഫ് അനാലിസിസ് സ്കില്ലാണ്. സെൽഫ് അനാലിസിസ് സ്കിൽ എന്ന് പറഞ്ഞാൽ
ഞാൻ ഐ റിപ്പീറ്റ്, ശരിക്കും ഞാൻ ഇത് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഒരു സ്പെഷ്യലൈസ് ചെയ്ത സാധനം എന്ന് വേദിയിൽ കയറാനുള്ള സാധനം എന്നതിനപ്പുറത്തേക്ക് ജീവിക്കാൻ വേണ്ട സാധനമാണ്. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ബ്ലെസ്സി സംവിധാനം ചെയ്ത പ്രണയം എന്ന സിനിമയിൽ ഒരു ഡയലോഗ്, സ്വപ്നത്തെക്കാൾ സുന്ദരമാണ് ജീവിതം എന്ന് പറഞ്ഞതിന്റെ ബാക്കി കമന്റ് ഉണ്ട്. പക്ഷെ അത് ജീവിക്കാൻ അറിയുന്നവർക്ക് മാത്രം എന്ന് പറയുന്നുണ്ട്. ഇത് ജീവിക്കാൻ അറിയുന്നവർക്ക് ഉള്ളതാണ് സ്വപ്നം എന്ന് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഈ ജീവിക്കാൻ അറിയുന്നതിൽ കമ്പൽസറിയായ 10 സ്കില്ലിനെ പറ്റിയാണ്, ജീവിത നൈപുണ്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ലൈഫ് സ്കിൽ. അതിനകത്ത് നമ്പർ 1 ക്രിയേറ്റീവ് തിങ്കിങ്. തിങ്കിങ് സ്കില്ലുകളിൽ ഒന്ന് ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. ക്രിയേറ്റീവ് തിങ്കിങ് അല്ല, ഒന്ന് സെൽഫ് അവയർനെസ് സ്കില്ലാണ്. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സ്കില്ല്. നമ്മൾ സമ്പൂർണനായ, പ്രത്യേകിച്ച് സേഫ് സാറെ പോലെയുള്ള ട്രെയിനർമാരിൽ നിന്ന് നിരന്തരം ക്ലാസ്സുകൾ കേട്ട് അല്ലെങ്കിൽ പഠിച്ചവരാണ്. അതിനകത്ത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പിന്നെ സെൽഫ് അവയർനെസ് സ്കില്ല് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുണ്ണി മാസ്റ്റർ ഒരു ക്യാപ്ഷൻ പറയാറുണ്ട്, ഈ ഞാൻ ഇങ്ങനെ അല്ലാണ്ടായാൽ ഈ ബ്രഹ്മാണ്ടവും ഇങ്ങനെ അല്ലാണ്ടാവും, അമ്പേ ഞാനോ എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാസ്റ്റർ ഒരു കവിത പറയാറുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മളായി മാറിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്മളല്ലാത്തൊരു മാറ്റം സാധ്യമാണെങ്കിൽ ലോകം തന്നെ മാറും എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ടും പിന്നെ 10ൽ നമ്മൾ പൂർണ്ണനാണോ എന്നതിൽ നമ്മൾക്ക് എത്ര മാർക്ക് കൊടുക്കുന്നുള്ള ഒരു ചിന്ത ഇട്ടുകൊണ്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് കയറുകയാണ്. അതാണ് ഒന്ന്, സെൽഫ് അവയർനെസ് സ്കിൽ. നമ്മൾ 10ൽ 3 മാർക്കേ നമുക്ക് കിട്ടുന്നുള്ളെങ്കിൽ നമ്മുടെ പരിമിതിയെ തിരിച്ചറിഞ്ഞതിന് നമ്മൾ കൂടുതൽ മാർക്ക് ഇട്ടിട്ട് നമ്മളിൽ സന്തുഷ്ടരാവുക എന്നുള്ളതേ മാർഗമുള്ളൂ. ഏതായാലും സെൽഫ് അവയർനെസ് സ്കിൽ ഉണ്ടാവുക, നമ്മളെ പറ്റിയിട്ട് കൃത്യമായിട്ട് നമ്മൾ ബോധവാന്മാരാവുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിറ്റിസിസം നടത്തുക എന്നുള്ളത് തന്നെയാണ് പ്ലെയിൻ ആയിട്ട്. കുട്ടികളിൽ അങ്ങനെ വളർത്തുക എന്നത് ഒരു പ്രധാനമാണ്. ഒരു ഉദാഹരണം പറയാനുണ്ട്. ഡോക്ടർ ഒരു കുട്ടികളെ നിങ്ങൾ ബാഡ് സ്മെല്ലിനെ ഉൾക്കൊള്ളാൻ പഠിക്കണം. നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. നമ്മൾ ആ ഒരു രുചികരമല്ലാത്തൊരു സാധനത്തെ ടേസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ നിങ്ങളുടെ സ്കില്ലിന്റെ ഭാഗമാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു വേസ്റ്റ് പാത്രത്തിൽ കൈയിട്ടിട്ട് സാർ ഇതിങ്ങനെ പിന്നെ നാവിൽ ഇങ്ങനെ തോണ്ടിയിട്ട് രുചിച്ചു നോക്കി. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ധൈര്യപൂർവ്വം അങ്ങനെ ഇട്ടിട്ട് എല്ലാ കുട്ടികളും ചെയ്യുന്നു. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ സ്കില്ലും ഉണ്ട്, ഞാൻ പറഞ്ഞതുപോലെയുള്ള അതിജീവനത്തിന്റെ സ്കിൽ നിങ്ങൾക്ക് ഉണ്ട്. ഈ വേസ്റ്റ് നിങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ സ്കിൽ തന്നെയാണ്. അങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയാന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു സ്കില്ലില്ലാണ്ടാവും. ഇത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. കാരണം ഞാൻ ഇട്ടത് ചൂണ്ടുവിരലാണ്, ഞാൻ തോണ്ടിയത് നടുവിരലാണ് എന്ന് സാറ് തമാശ പറയില്ല. എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഏത് സാധനം ഫേസ് ചെയ്യുകയാണെങ്കിലും അതിനകത്ത് ഒരു സൂക്ഷ്മ ബുദ്ധിയോടുകൂടി നോക്കിയിട്ട് ഇത് എനിക്ക് പറ്റിയത് തന്നെയാണോ എന്ന് അനാലിസിസ് സ്വന്തം ബ്രെയിനിൽ കുട്ടികൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാണുന്നതും കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളും ഒക്കെ ഒരു വിമർശനാത്മകമായ സമീപത്തോടു കൂടി പോസിറ്റീവായി കാണുക എന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഒരു റിയൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സിലാണ്. മൂന്നാമത്തത് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. പ്രോബ്ലം സോൾവിങ് സ്കില്ല് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രശ്നം ഫേസ് ചെയ്താൽ അയ്യോ ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞ് വിറച്ച് അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്നതിന് പകരം അതിനെ വന്നു ഇനി അതിനെങ്ങനെ ക്ലിയർ ചെയ്യാമെന്നതിന്റെ ഒരു അനാലിസിസിലേക്ക് മൈൻഡിന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നാളെ പരീക്ഷ നടക്കാൻ എൻ്റെ അടുത്ത് നോട്ട്ബുക്ക് ഇല്ല, അയ്യോ എൻ്റെ അടുത്ത് നോട്ട്ബുക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരീക്ഷയെ പഠിക്കുന്നതിന് പകരം വേറെ എന്തോ ഓപ്ഷൻ യൂട്യൂബ് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ചെക്കനെ വിളിക്കുക, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതിന് പരിഹാരത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു ഡ്രൈവർ ഒരു ഡ്രൈവിംഗ് ഇന്റർവ്യൂവില് ഒരു ടാസ്ക് കൊടുക്കുന്നു. ഒരു വലിയ മൈതാനമുണ്ട്. ആ മൈതാനത്ത് ഒരു ചെറിയ കുഴിയുണ്ട്. ആ കുഴിയിൽ കാണിച്ചു കൊടുത്തിട്ട് കുഴി അവിടെയുണ്ട്, ഈ മൈതാനത്തിൽ നിന്നും തൊട്ടപ്പുറത്തേക്ക് നിങ്ങൾ വണ്ടി കൊണ്ടുപോകണം എന്നൊരു ടാസ്ക് കൊടുത്തതിൽ ഒരാൾ വന്നിട്ട് നേരെ സാഹസികമായി കുഴിയിലൂടെ ഒക്കെ അങ്ങനെ എടുത്ത് കൊണ്ടുപോയി അപ്പുറത്തെത്തിച്ചു. രണ്ടാമത്തെ ആള് പൂർണ്ണമായും കുഴിയിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ അറ്റൻഡ് ചെയ്തു, ടയറൊക്കെ കുഴിയിലൂടെ സൈഡിലൂടെ ഇങ്ങനെ കയറ്റി ഇറക്കി തൊട്ടപ്പുറത്തേക്ക് പോയി. മൂന്നാമത്തെ വില്ലാളി വീരൻ നേരെ വന്നിട്ട് കുഴിയിൽ ടച്ച് ചെയ്യാതെ റൗണ്ട് അടിച്ച് മറ്റേ ഭാഗത്തു കൂടെ പോയി അപ്പുറത്തെത്തി. അപ്പം ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതാണോ അറ്റൻഡ് ചെയ്യേണ്ടാത്തതാണോ എന്നൊക്കെ നോക്കി, ശരിക്കും ഇന്റർവ്യൂവിന്റെ കഥ പറയുന്നിടത്ത് ആ കുഴി തൊടാതെ അപ്പുറത്തു കൂടെ വളരെ ശാന്തനായി പോയതിന് സെലക്ട് ചെയ്തെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിന് ആവശ്യമൊന്നുമില്ലായിരുന്നു, കുഴി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് കുഴി കാണിച്ചു തന്നതുകൊണ്ട് ഇനി കുഴിയിൽ തന്നെ തൊട്ടിട്ടേ പോകാൻ പറ്റുന്നുള്ളത് അനാവശ്യ ചിന്ത വരികയാണ്. ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യേണ്ടതിനെ അറ്റൻഡ് ചെയ്യുകയും അല്ലാത്തതിനെ ഒഴിവാക്കുകയൊക്കെ രൂപത്തിലുള്ള ഒരു
ഒരു സൊല്യൂഷനിലേക്ക് പോസിറ്റീവിലേക്ക് എത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രോബ്ലം സോൾവിങ് സ്കിൽ. നാലാമത്തത് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ്. ഞാൻ ഒരുപക്ഷെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 6:20 അവസാനിപ്പിക്കണം എന്നാണ്. ഐ എം സോറി, ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് എന്തായാലും അവസാനിപ്പിക്കും. ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ്. ഒന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ്. അത് ഇതിന്റെയൊക്കെ ബാക്കിയായിട്ട് വരുന്നതാണ്. ഒരു സാധനം വരികയാണ്, പോലീസ് മുന്നിൽ വന്നാൽ ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോയാലേ അയാൾ ഇത് ഇറക്കാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ അടുക്കണം ഇങ്ങനെ പോയി അവിടെ കൊഞ്ഞാടി ഒരുപക്ഷെ പോലീസ് കൈയാട്ടാൻ ശ്രമിച്ചിട്ട് പോലും ഉണ്ടാവില്ല, വെറുതെ വീണ് എല്ലാം പണിയായി കിട്ടും. നമ്മൾ പറയാം എന്ന് പറഞ്ഞ പോലെ ഒരു പ്രശ്നം വന്നാൽ ഇപ്പൊ എടുക്കണ തീരുമാനം, മഴ പെയ്യുന്നു, പന്തലില്ല, കല്യാണം നടക്കുന്നു, ആകെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടടുത്ത് പ്രശ്നമില്ല, ഇപ്പോ എല്ലാവരും വീട്ടിനകത്തേക്ക് കയറുക എന്ന് പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളെന്ന് വരിക എന്നുള്ളതാണ്. ഡിസിഷൻ മേക്കിംഗ്, ഇപ്പൊ എടുക്കേണ്ട തീരുമാനം, തെറ്റാവാൻ ശരിയാവാം, തീരുമാനം എടുക്കാനുള്ള ഒരു സ്കില്ലിനെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് എന്ന് പേരിട്ട് വിളിച്ച് നിർബന്ധമായി ഒരാളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ മക്കളിലെങ്കിലും നമ്മൾ ട്രെയിൻ ചെയ്യണം എന്നിടത്തേക്കാണ് എന്നെ സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തത് ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. എല്ലാത്തിനെയും ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ട് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ആകാംക്ഷകൾ ഉണ്ടാക്കുക, ഇതോടെ ഓരോന്നിനും തെറ്റാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക, കുറെ നോളജ് ഇങ്ങനെ കളക്ട് ചെയ്യുക, ചുറ്റുപാടുകളുടെ ഇതിനൊക്കെ അനുസരിച്ച് നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പുതിയ വഴിയിൽ ചിന്തിച്ച് സൊല്യൂഷൻ കാണുക, ഒരു പുതിയ രീതിയിൽ നമ്മൾ ഇതിന് മെത്തേഡുകൾ കാണുക എന്നതാണ്. സാധാരണ ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ ഒരു പേപ്പർ കാണിച്ചു കൊടുക്കുന്നു. ഈ പേപ്പറിനകത്ത് സെന്ററിൽ ഒരു ഹോൾ ഉണ്ട്. A4 ഷീറ്റിന്റെ സെന്ററിൽ ഒരു ഓട്ടയാക്കിയാൽ ഉണ്ടാവുന്ന ഒരു സാധനമുണ്ട്. ആ പേപ്പർ കാണിച്ചു കൊടുത്തിട്ട് ടീച്ചർ ചോദിക്കുന്നു, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ പേപ്പറിൽ എഴുതണം. അപ്പൊ എല്ലാവരും എഴുതി വെക്കുകയാണ്. എന്തെന്നോ സെന്ററിൽ ഒരു ഓട്ടയുടെ വലുപ്പം, ഓട്ടയിൽ നിന്നും കോർണറിലേക്കുള്ള ദൂരം, ഇതിങ്ങനെ എഴുതി വിശദീകരിക്കുകയാണ്. കുറെ പേപ്പറുകൾക്കിടയിൽ ടീച്ചർ ഒരു നല്ല പേപ്പർ കണ്ടത് ഇങ്ങനെയാണ്, നല്ല ചിത്രം വരയ്ക്കാൻ പറ്റുന്ന ഒരു പ്രതലം, 4 ഭാഗവും വിശാലമായി കിടക്കുന്നു, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഓട്ട ഒരു നെഗറ്റീവ് സെൻസായി അഡ്രസ്സ് ചെയ്യാതെ ഒരു പ്രത്യേക പോസിറ്റീവ് സെൻസിലേക്ക് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. പല ക്രിയേറ്റിവിറ്റികളും ഞാൻ പറയുന്നത് ഇതിനകത്ത് കൃത്യമായി ക്രിയേറ്റിവിറ്റി തിങ്കിങ്ങിന് വേണ്ടി മാത്രം അരമണിക്കൂർ ഡിസ്കഷൻ നമുക്ക് നടത്താനുണ്ടാവും. അത്രമേൽ കുറെ ടിപ്സും ഇതൊക്കെ വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. എന്നാലും അഞ്ചാമത് ക്രിയേറ്റീവ്, ഞാൻ നേരത്തെ പറഞ്ഞു തിങ്കിങ് സ്കില്ലുകൾ 5 ഒന്ന് സെൽഫ് അവയർനെസ്, മറ്റൊന്ന് ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റീവ് തിങ്കിങ്. ദെൻ സെക്കൻഡ് കാറ്റഗറി സോഷ്യൽ സ്കില്ലാണ്. സോഷ്യൽ സ്കില്ലിൽ ഒന്നാമത്തത് എമ്പതിയാണ്. എമ്പതി ഉണ്ടാവുക നമ്മൾ പറയും. അത് സത്യത്തിൽ നമ്മുടെ മക്കളിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു സാധനമാണ്. എമ്പതി സിമ്പതി പൂരകങ്ങളായ 2 പ്രയോഗങ്ങളാണ്. നമുക്ക് സിമ്പതിയെ അറിയൂ. എമ്പതിയും സിമ്പതിയും ശരിക്കും ഡിഫൈൻ ചെയ്യുന്നിടത്ത് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മൾ റോഡരികിൽ നിൽക്കുന്ന സമയത്ത് അന്ധനായ ഒരാൾ വടി ഇങ്ങനെ ഏന്തി റോഡ് മുറിച്ചു കടക്കുന്ന ആ ഒരു രംഗം, പാവലെ എന്ന് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു സഹതാപമാണ് ശരിക്കും സിമ്പതി. പക്ഷെ അതേസമയം ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ച് അയാളെ കൈ പിടിച്ച് ഇങ്ങനെ ബസ്സിനെ വെയിറ്റ് ചെയ്ത് നിർത്തിച്ച് തൊട്ടപ്പുറത്തേക്ക് മാറ്റിക്കൊടുക്കാനുള്ള കപ്പാസിറ്റിയാണ് ശരിക്കും എമ്പതി എന്ന് പറയാം. ആ നിലക്ക് എമ്പതി ഉണ്ടാവുക, കുട്ടികൾ ഇത് വളർത്തിയെടുക്കുക എന്നുള്ളതിന് പ്രധാനം. എമ്പതി ഒരു സോഷ്യൽ സ്കില്ലാണ്. രണ്ടാമത്തത് സോഷ്യൽ സ്കില്ല് നേരത്തെ സ്കില്ല് ഡിസ്കസ് ചെയ്യപ്പെട്ടോടത്ത് പറഞ്ഞതാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായ രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെടുത്തുള്ള ആശയത്തെ കൃത്യമായി കൺവേ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനകത്ത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവുക, വാക്കുകളുടെ സൗന്ദര്യം, ഭാഷയുടെ പ്രയോഗങ്ങൾ, ഇങ്ങനെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷൻ, ഇങ്ങനത്തെ കുറെ കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കാം. മൂന്നാമത്തെ സോഷ്യൽ സ്കിൽ എന്ന് പറഞ്ഞാൽ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. നമ്മളുടെ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുക. സോ സാറൊക്കെ ഒരു പക്ഷെ ഒരു 2 ദിവസം റിലേഷൻഷിപ്പിനെ പറ്റി ക്ലാസ് എടുക്കാൻ പറ്റുന്ന ആളാണ്. നമ്മളുടെ പരിസരത്ത് നമ്മളൊക്കെ ഒരു വിചാരമുണ്ട്, നമുക്ക് ഞാൻ ഇന്നലെ പോലും എന്റെ സുഹൃത്തിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്, അനക്ക് എന്റെ സുഹൃത്തുക്കൾ എത്ര ഉണ്ട്? ഒരു 500-1000 എണ്ണം പറയുന്നു. ശരിക്കും അത് പേപ്പറിൽ എഴുതിയാലേ അറിയുള്ളൂ. ഒരാൾക്ക് ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സോൾമേറ്റ് ആയിട്ട് ഒരാളുണ്ടാവും, അല്ലെങ്കിൽ 2-3 ആൾക്കാരൊക്കെ ഉണ്ടാവും. നിയറസ്റ്റ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ഒരു 10-15 ഒക്കെ ഉണ്ടാവുള്ളൂ. സുഹൃത്തുക്കൾ ഒരു 50 ഒക്കെ ഉണ്ടാവുള്ളൂ. മാക്സിമം സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് 150 നമ്മൾ ഞാൻ പറയുന്നത് ഇതൊരു അനാലിസിസ് റിപ്പോർട്ടാണ്. ഒരു 150 നമ്മൾ പേപ്പറിൽ എഴുതിയിട്ട് ഞങ്ങളുടെ സുഹൃത്തിനെ പേര് എഴുതിയാൽ 151ാമത്തത് കിട്ടൂല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ബാക്കി വരുന്നതൊക്കെ നമ്മളെ പരിചയക്കാരാണ്. അതും ഒരു 400-ൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ പരിമിതി ഇത്രയൊക്കെ തന്നെയാണ്. ഇതിനെ കൃത്യമായി മാനേജ് ചെയ്യുന്ന, ഈ റിലേഷൻഷിപ്പിനെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്കില്ലിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, എനിക്ക് 2 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതിനകത്ത് അവസാനത്തത് ഇമോഷണൽ സ്കില്ലാണ്.
ഇമോഷണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ രണ്ടായിട്ട് അതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒന്ന് കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നിടത്തേക്ക് മാറാം. നമുക്ക് കരച്ചിൽ വരും, സന്തോഷം വരും, ദേഷ്യം വരും, എന്തൊക്കെ വന്നാലും മനുഷ്യ സാധ്യമായ ഇതൊക്കെ വന്നാലും വരുന്നതൊരു തടസ്സമൊന്നുമില്ല, അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം തീർക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അല്ലെങ്കിൽ സന്തോഷം വന്നാൽ ആ സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. എന്ന് പറഞ്ഞ പോലെ കോപ്പിംഗ് വിത്ത് ഇമോഷൻസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു വളരെ കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഇമോഷണൽ സ്കിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ വഴക്ക് പറഞ്ഞാൽ ശാന്തനായി കേട്ടിരിക്കുന്നതിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ റൈസ് ആവും, തിരിച്ചു മറുപടി പറയുമ്പോൾ അടിപിടിയാവും. നമ്മളൊരു സുപ്പീരിയർ ഓഫീസർ വന്നിട്ട് നമ്മളോട് വിഷയങ്ങൾ പറയുന്നത് കുറച്ച് കനത്തിൽ സ്വരത്തിൽ സംസാരിച്ചാൽ നമുക്കൊരു പ്രയാസം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു സാധനം. ഏതായാലും അതിനകത്ത് രണ്ടാമത്തത് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്സുകൾ. സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ, സ്ട്രെസ്സുകൾ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ള. സ്ട്രെസ് ഉണ്ടാവുന്നതും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രശ്നമൊന്നുമില്ല, മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എനിവേ ഐ കൺക്ലൂഡ്, ഇത്രയേ ഉള്ളൂ. ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അപ്പുറത്തേക്ക് എല്ലാവരിലും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്കില്ലുകളാണ്. അത് 10 ഞാൻ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് 1.5 മണിക്കൂർ വളരെ വൃത്തിയായിട്ട് സ്ലൈഡ് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു സെഷനാണ്. നിർബന്ധപൂർവ്വം പിന്നെ സേഫ് സാർ എന്നോട് ഈ സ്ലൈഡ് എന്തായാലും ഉപയോഗിക്കാൻ ശ്രമിക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. ഇതും എനിക്കുള്ള ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. സോറി, ഞാൻ ഓഫീസിലല്ല, ലാപ്പില്ല. ആക്ച്വലി അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല. എന്താണെങ്കിലും സന്തോഷം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സാർ. അതിന് ഒരുപാട് താങ്ക്സ്. അപ്പോ ലൈഫിൽ ക്ലാസ് എടുക്കുന്നതിൽ കൂടുതൽ ഒരുപാട് എക്സാമ്പിൾസ് ലൈഫിനോട് കൊണ്ട് ഒരുപാട് ക്ലിയർ ആയിട്ടുണ്ട്. താങ്ക് യു സർ. ഓക്കെ, ആരാണ് സിന്ധു മാം? ഹലോ, മാജിക് മോർണിംഗ്. നല്ല വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു. എന്താ പറയണ്ടത്, ഇത്രയും സ്കില്ലുകള് സാർ ഇത്ര എന്താ പറയാ ചെറിയൊരു കുറഞ്ഞ നിമിഷത്തിനുള്ളിൽ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു. ഒരു കഥയിലൂടെയും പറഞ്ഞു തന്നു. അതില് സിമ്പതി എമ്പതി പറഞ്ഞത് നല്ല ഒരു കാര്യം തന്നെ. കാരണം കുട്ടികൾക്ക് ഇപ്പോഴേ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണത്. അപ്പൊ അതൊക്കെ നല്ല 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 പോയിന്റുകളാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ സാറ് പറയണ പോലെ ഇതിനേക്കാളും കുറച്ചും കൂടി ടൈം വേണ്ടിയിരുന്നു. അങ്ങനെ വേണം പറയാം. ഒന്നും കൂടി ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നും കൂടി തരികയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിരുന്നു. എന്തായാലും നന്നായിട്ടുണ്ട് സാറേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു സിന്ധു. സ്നേഹ മാം? സാർ നല്ല ക്ലാസ് ആയിരുന്നു. നല്ലത് മീൻസ് അതിന് കുറച്ചുകൂടി സാറിന് ടൈം അലൗഡ് ആയതുകൊണ്ടാവും ആ ഇമോഷണൽ സ്കിൽ ഒന്നുകൂടി വിശദീകരിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ ഒക്കെ പറഞ്ഞ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും മക്കളില് ചെയ്യണം. നമ്മൾ തന്നെ ആദ്യം ഒന്ന് റെഡിയായി എടുക്കാനുണ്ട്. താങ്ക് യു സാർ. പറയാനൊന്നും ഇല്ല, നല്ല ക്ലാസ് ആയിരുന്നു, സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ക്ലാസ് കിട്ടിയത് പോലെയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഈ മാജിക് ടീം, താങ്ക് യു സാർ. മാജിക് മോർണിംഗ് സാർ. സാറിന്റെ ക്ലാസ് വളരെ അത്യാവശ്യമുള്ളൊരു സ്കില്ലിനെ കുറിച്ച് തന്നെയാണ്. കാരണം ഓരോ വ്യക്തിയിലും ഇതിലൂടെ കടന്നു പോകണം. അത് പ്രായഭേദമന്യേ കടന്നു വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അറിയാം വാസ്റ്റ് ആയിട്ട് കുറെ കിടക്കുന്ന ഒരു ഏരിയയാണ് ഈ സ്കിൽസ് എന്ന് പറയുന്നത്. പക്ഷെ അത് സാറ് പറ്റാവുന്നത്രയും ഷോർട്ടാക്കി കുറഞ്ഞ സമയത്തില് പരമാവധി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു സാർ. ഇതെല്ലാം ഞങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താൻ നോക്കും. നമുക്ക് അറിയാവുന്നവരിലേക്കും ഇത് കൊടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു സാർ. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ഇനിയും സാറ് ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സാർ. ഷില മാം? ഗുഡ് മോർണിംഗ് ടു ഓൾ. തീർച്ചയായിട്ടും ലൈഫ് സ്കില്ലിന്റെ ക്ലാസ് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ പോയിന്റിനും അതിൻ്റെതായ എക്സ്പ്ലനേഷൻ തന്ന് നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന സാറിന് ഒത്തിരി നന്ദി. ജീവിതത്തിൽ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹലോ, ഹലോ,
താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കുറഞ്ഞ സമയത്തിൽ എത്രയധികം പറയാൻ പറ്റിയ സാധനം വളരെ താങ്ക്സ് പറയുന്നു. പിന്നെ ഞാനും സാർ പറഞ്ഞ പോലെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ പകുതി നിന്ന് പോകായിരുന്നു. സാർ പറഞ്ഞത് ശരിയാണ്, പകുതി നിൽക്കാതെ നമ്മൾ എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത് ബോധമാണ് നമുക്ക് വേണ്ടി. ശരി, ഒരുപാട് ഫീഡ്ബാക്ക് പറയാനുണ്ട് സാർ, താങ്കൾ കുറവായതുകൊണ്ട് ശരിക്ക് പറഞ്ഞു. താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനിയും ഇങ്ങനത്തെ ക്ലാസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. Thank you, Nasira ma'am. Then Safe sir. താങ്ക് യു ഗോപിക. കമന്റ് പറഞ്ഞ എല്ലാവർക്കും നന്ദി. ഷെഫിക്ക് കൺഗ്രാജുലേഷൻസ്. ഓക്കെ, ഇത്രയും വലിയ കാവ്യാത്മകമായ ക്ലാസ് എടുക്കാനൊക്കെയുള്ള കഴിവ് ഉണ്ടായിട്ട് വളരെ വളരെ എന്താ ഷെഫി അർഷദ് ഓക്കി എന്ന് പറയുന്ന ഒരാൾക്ക് എല്ലാവരുടെയും ഹീറോ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ എല്ലാവർക്കും ഇപ്പൊ ഒരു ഹീറോ എന്ന് പറയുന്ന അർഷദ് ഓക്കി ആയിരിക്കും. അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ക്ലാസ് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി വളരെ മനോഹരമായിരുന്നു. അപ്പൊ ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറത്തൊക്കെ എന്തൊക്കെയാ വരാനുണ്ട്, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന മേഖലയിലേക്ക് എന്തായാലും ഞാൻ നിൽക്കാൻ സാധിക്കും. എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. ബാക്കി നേരിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇനിയും കണ്ടിന്യൂ ചെയ്യാല്ലേ? എന്താ ബാക്കി അല്ലേ? ആഴ്ചയിൽ ഒരു ക്ലാസ് ഒക്കെ വരട്ടല്ലേ? ഏതെങ്കിലും ദിവസങ്ങളിൽ എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? ചാറ്റ് ബോക്സിൽ ഷെഫിക്കിന്റെ ക്ലാസ് വേണമെന്നുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് തീർച്ചയായും വേണം. വേണം സാർ, നല്ല ക്ലാസ് ആയിരുന്നു. വേണം സാറേ, വേണം sir. തീർച്ചയായും വേണം വേണം സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. തീർച്ചയായിട്ടും വേണം. തീർച്ചയായിട്ടും അങ്ങനെ കുറെ ആളുകൾ ഇനി വരാനുണ്ട്. ഒരു ഷെഫിക്ക് ഇനി അടുത്ത വേറെ ആളുകൾ വരാനുണ്ട്. ഒരുപാട് ആളുകൾ വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ, ഈ പറഞ്ഞിരിക്കുന്ന ലൈഫ് സ്കില്ലും ബാക്കിയുള്ള സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ഈ സ്കില്ലുകൾ, നോർമൽ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ തന്നെയാണ് ലൈഫ് സ്കില്ലും കൂടെ ഇമ്പ്രൂവ് ആവുക. ഈ ഡിസിഷൻ മേക്കിങ്ങും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ വരട്ടെ. CBSE സിലബസിലൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഏരിയ ആണ്. കേരള സ്റ്റേറ്റ് സിലബസിൽ എനിക്കുണ്ടോ അറിയില്ല, പക്ഷേ CBSE സിലബസിലൊക്കെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഷെഫി. താങ്ക് യു. ഹാൻഡ് ഓവർ. താങ്ക് യു ഷെഫീഖ് സർ. അപ്പോൾ നല്ല ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ്. താങ്ക് യു ഓൾ സർ. വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. Thank you all. താങ്ക് യു സാർ. താങ്ക് യു.